ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച നിർജ്ജല ഏകാദശി. അന്നേ ദിവസം നമ്മൾ വ്രതമൊക്കെ എടുത്ത് നോമ്പ് നോറ്റാൽ ഐശ്വര്യവും ദീർഘായുസുമാണ് ഫലം. ഈ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയും ഒരു വർഷത്തെ സുപ്രധാന ഏകാദശികളിൽ ഒന്നുമായ നിർജ്ജല ഏകാദശിയാണ് നാളെ വെള്ളിയാഴ്ച. വേദവ്യാസൻ്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിക്കുകയും ആഗ്രഹ സാഫല്യം നേടുകയും ചെയ്തതിനാൽ ഭീമസേനി എന്നും ഇതിന് പേരുണ്ട്. അന്നേ ദിവസം ജലപാനം പോലും നമ്മൾ ഒഴിവാക്കി വ്രതം എടുക്കാനായാൽ ദീർഘായുസ്സും ദുരിത നിവാരണവും കൈവല്യപ്രാപ്തിയും ഉണ്ടാകും. തീർച്ചയായ കാര്യമാണ്. ഇടവമാസത്തിലെ ഈ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് ഒരു വർഷത്തെ എല്ലാ ഏകാദശിക്കും വ്രതമനുഷ്ഠിച്ച പുണ്യം ലഭിക്കുകയും ചെയ്യും. നിർജ്ജല ഏകാദശി ദിവസം ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും തികച്ചും ഈശ്വരാഭിമുഖമായിട്ട് നമ്മൾ നിയന്ത്രിച്ചു നിർത്തുകയും നാമജപത്തിൽ മുഴുകുകയുമൊക്കെ ചെയ്താൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ദീർഘായുസ്സും പാപമോചനവും ഇതൊക്കെ നൽകി നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന ഈ വ്രതം അനുഷ്ഠിച്ച ശേഷം ദ്വാദശിയിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് സ്നാനവും വിഷ്ണുപൂജയും കഴിവിനനുസരിച്ച് ദാനം, സജ്ജനങ്ങൾക്ക് ആഹാരം എന്നിവ നൽകുകയും വേണം. ഇനി ഭീമസേനി ഏകാദശിയുടെ ആ ഒരു ഐതിഹ്യം എന്താണെന്ന് നോക്കാം. നിർജ്ജല ഏകാദശിക്ക് പിന്നിൽ പാണ്ഡവന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഉള്ളത്. ഭീമസേനൊഴികെ പാണ്ഡവന്മാരെല്ലാം ഏകാദശി വ്രതം എടുക്കുമായിരുന്നു. ഉപവാസമാണല്ലോ എല്ലാ വ്രതത്തിൻ്റെയും പ്രധാന ഒരു നിഷ്ഠ എന്ന് പറയുന്നത്. എന്നാൽ ഒട്ടും വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഭീമന് ഒരിക്കലും ഈ ഒരു വ്രതം നോൽക്കാനായിട്ട് കഴിഞ്ഞിട്ടേയില്ല. ഈ ഒരു അവസരത്തിൽ ഏകാദശി വ്രതം മഹാത്മ്യം വേദപരാഗതനായ പിതാമഹനായ വ്യാസൻ ജ്യേഷ്ഠൻ യുധിഷ്ഠിരന് വിവരിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം ഭീമൻ കേൾക്കാനിടയായി. മനുഷ്യധർമ്മവും വേദധർമ്മങ്ങളും അനുഷ്ഠിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്പധനം കൊണ്ടും അല്പക്ലേശം കൊണ്ടും എളുപ്പം അനുഷ്ഠിക്കാവുന്നതും ഫലമേറിയതുമായ ഒരു ഏകാദശി വ്രതം ഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നതാണ് ഈ വ്രതത്തിൻ്റെ ഒരു പ്രധാന നിഷ്ഠ. ഇത് കേട്ട് ഭീമസേനൻ വ്യാസനോട് ചോദിച്ചു, എനിക്ക് മാത്രം വ്രതം എടുക്കാൻ സാധിക്കുന്നില്ല. എത്ര വേണോ വിഷ്ണു പൂജ ചെയ്യാം, ദാനവും നടത്താം, ആഹാരം ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതേയില്ല. ഒരിക്കൽ എടുക്കാൻ പോലും ഉദരത്തിലെ ആ ഒരു വൃഗൻ എന്ന അഗ്നി എന്നെ അനുവദിക്കില്ല. എത്ര ഭക്ഷിച്ചാലും അത് പെട്ടെന്ന് അങ്ങ് ദഹിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഒരു ഉപവാസം മാത്രം അനുഷ്ഠിക്കാനുള്ള വഴി പറഞ്ഞു തരാമോ? അപ്പോൾ വ്യാസൻ ഭീമസേനന് നൽകിയ ഉപായമാണ് നിർജ്ജല ഏകാദശി അനുഷ്ഠാനമെന്ന് കരുതപ്പോരുന്നു. എല്ലാ ജ്യേഷ്ഠമാസത്തിലെയും വെളുത്തപക്ഷ ഏകാദശി ഉദയം മുതൽ ഉദയം വരെ ആഹാരം വർജിച്ച് വ്രതം നോറ്റാൽ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ച ഫലം ലഭിക്കും. ഇന്ദ്രിയ നിഗ്രഹത്തോടെ ശ്രദ്ധയോടെ ദാനധർമാദികൾ നടത്തി വേണം വിഷ്ണു പൂജ ചെയ്യേണ്ടത്. ഇത് ഭഗവാൻ വിഷ്ണു തന്നെ തന്നോട് അരുളി ചെയ്തിട്ടുണ്ടെന്ന് വ്യാസമഹർഷി വെളിപ്പെടുത്തി. അങ്ങനെ പാണ്ഡവന്മാരെല്ലാം അനുഷ്ഠിച്ച വ്രതമായതിനാൽ ഇതിന് പാണ്ഡവ ഏകാദശി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ സ്ത്രീ പുരുഷ ഭേദമന്യേ അബാലവ്രതം ജനങ്ങൾക്കും അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണ് ഈ ഏകാദശി വ്രതം. ഇഹലോകത്ത് സുഖവും പരലോകത്ത് മോക്ഷവുമാണ് ഈ വ്രതത്തിൻ്റെ ഒരു ഫലമെന്ന് എടുത്തു പറയേണ്ടതാണ്. ഏകാഗ്രതയോടെ വ്രതം നോറ്റാലേ നമുക്ക് അതിൻ്റെ ആ ഒരു പൂർണ്ണ ഫലം ലഭിക്കത്തുള്ളൂ. ജാതകവശാൽ വ്യാഴം ഒരു ദുസ്ഥിതിയിലൊക്കെ ഉള്ളവരും ദുരിത ദുഃഖങ്ങളൊക്കെ നേരിടുന്നവർക്കും ഈ ഏകാദശി വ്രതം ധൈര്യമായിട്ട് എടുക്കാം. ദശമി, അതുപോലെ ഏകാദശി, ദ്വാദശി തിഥികൾ വരുന്ന 3 ദിവസമാണ് വ്രതാനുഷ്ഠാനം നമ്മൾ എടുക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം ഒരിക്കലൂണ്, ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസത്താണ് ഒരു വ്രതവൃദ്ധി എന്ന് പറയുന്നത്. ഇതിന് കഴിയാത്തവർ പാല്, പഴം കഴിച്ച് നമുക്ക് വ്രതമെടുക്കാം. പകൽ ഉറങ്ങുകയേ ചെയ്യരുത്. ദുഷ്ടചിന്തകളൊന്നും തന്നെ മനസ്സിൽ ഇടയാവാൻ നമുക്ക് തോന്നാൻ ഇടയാവരുത്. അതുപോലെ തന്നെ രാവിലെ കുളിച്ച ശേഷം വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുകയും മൂലമന്ത്രമായ അഷ്ടാക്ഷരി മന്ത്രവും ദ്വാദശാക്ഷരി മന്ത്രവും വിഷ്ണു ഗായത്രിയും ഒക്കെ ജപിക്കുക. പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നമ്മൾ വഴിപാടായിട്ട് വിഷ്ണു സൂക്തവും ഭാഗ്യസൂക്തവും പുരുഷ സൂക്തവും ഒക്കെ അർച്ചനയായിട്ട് കഴിപ്പിക്കുകയും ചെയ്യുക. ഈ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഇത് ചെയ്താലും മതിയാവും. അതിന് പുറമെ എന്നും പ്രാർത്ഥനാ വേളയിൽ വിഷ്ണു ഗായത്രി മന്ത്രം ഒരു 9 തവണ ജപിച്ചാൽ ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാകും.
ഇത് ഏറ്റവും ഉത്തമമാണ്. എല്ലാവരും തന്നെ ഈ ദിവസം വളരെയധികം ഭക്തിയോടെ ശ്രദ്ധയോടെ വ്രതമെടുക്കുക. ഐശ്വര്യവും ദീർഘായുസ്സുമാണ് നിർജ്ജല ഏകാദശിയുടെ ഫലമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ ജലപാനം മുടക്കി വ്രതമെടുക്കരുത്. ദ്വാദശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട ആ ഒരു ജലം സേവിച്ച് നമുക്ക് നമ്മുടെ വ്രതം വിടാം, അല്ലെങ്കിൽ പാരണ വിടുക. ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് അഷ്ടാക്ഷരി മന്ത്രവും ദ്വാദശാക്ഷരി മന്ത്രവും വിഷ്ണു ഗായത്രിയും വിഷ്ണു അഷ്ടോത്തരവും വിഷ്ണു സഹസ്രനാമ സ്തോത്രവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കാം. വിഷ്ണു ഭക്തർക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ സ്തുതിയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇത് ഭഗവാനെ നമ്മളൊരു 100 നാമങ്ങളാൽ ദിവസവും ഭജിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും അശുഭങ്ങൾ ഉണ്ടാകാൻ ഇടയാവില്ല. വേദവ്യാസനാൽ വിരചിതമായ ഈ മധുര സ്തോത്രം എന്നും ജപിക്കുന്ന ഭക്തർക്ക് ചുരുങ്ങിയ സമയത്തിനകം സമ്പൽ സമൃദ്ധിയും ഭാവമുക്തിയും ഐശ്വര്യവും സന്തോഷവും ആരോഗ്യവും ഒക്കെ ലഭിക്കും. അതിന് ഒരു വ്രതവും നമുക്ക് നിർബന്ധമായിട്ട് പറയുന്നില്ല. അതുപോലെ മന്ത്രോപദേശവും വേണ്ട. രാവിലെ വിളക്ക് കൊളുത്തിയതിന് ശേഷം ആ വിളക്കിന് മുന്നിലിരുന്ന് ഇത് ജപിച്ചാൽ മതിയാവും. അപ്പോൾ അഷ്ടാക്ഷരി മന്ത്രം എന്താണെന്ന് വെച്ചാൽ ഓം നമോ നാരായണായയും അത് ഒരു 9 തവണ അല്ലെങ്കിൽ 108 തവണ ചൊല്ലുക. ഓം നമോ നാരായണായ. ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. അതുപോലെ തന്നെ വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്. ഓം നാരായണായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ മന്ത്രങ്ങളൊക്കെ അന്നേ ദിവസം നമ്മൾ മനഃശുദ്ധിയോടും വ്രതശുദ്ധിയോടും എടുത്ത് നമ്മൾ ഈ നിർജ്ജല ഏകാദശി നോറ്റാൽ ഒരു 24 ഏകാദശിയുടെ പുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അഭിവൃദ്ധിയും ദീർഘായുസ്സും ഐശ്വര്യവും തരുന്നതാണ് നിർജ്ജല ഏകാദശി. ഇപ്പോൾ ഈ വ്രതമെടുത്താൽ 24 ഏകാദശി നോറ്റ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഏവർക്കും നിർജ്ജല ഏകാദശി ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു അധ്യായത്തിൽ പുതിയ വിഷയവുമായി വരും വരെ നന്ദി, നമസ്കാരം.